ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനേ, ഇതേയുള്ളൂ ഇവിടെ ആകെ ഒരു ഓർഫണേജ്. പ്രകാശേട്ടൻ വാ, നമുക്ക് ദീമോൾ ഇവിടെ ഉണ്ടോന്ന് നോക്കാം. ദീമോളില്ലാതെ ഞാൻ മടങ്ങി പോവില്ല. വന്ദനേ, ദിയമോൾ ഇവിടെ തന്നെ കാണും. നീ ഒറ്റയ്ക്ക് പോയി തന്നെ തിരക്കണം. ദേ, ഞാൻ പിന്നെ അങ്ങോട്ട് വരാം. എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ പോലീസ് വേഷത്തിൽ വന്നവര് യഥാർത്ഥ പോലീസുകാർ തന്നെയായിരുന്നു. ഇത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ഥലമാണ്. എന്റെ കൂടെ പഠിച്ച രാജേന്ദ്രൻ നോർത്തിലെ റൈറ്ററാണ്. ഞാൻ അവനെ ഒന്ന് വിളിച്ച് കാര്യം തിരക്കുമ്പോഴേക്കും നീ പോയി ദിയമോളെ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നതെന്ന് പോയി നോക്ക്. ആ ചെല്ല്. ഞാനെങ്ങാനും ഓർഫനേജ് നടത്തുന്ന ആളുടെ മുന്നിൽ ചെന്ന് പെട്ടാലേ സംഗതിയൊക്കെ പൊളിയും. ഞാനേ അവര് കാണാതെ അങ്ങോട്ട് മാറിയേക്കാം. ആരാ? ഇരിക്കും. സർ, ദിയ എന്നൊരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എന്റെ മോളാ ദിയ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കുട്ടി, ഇതൊരു ഓർഫനേജാ. നിയമാനുസൃതം കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓർഫനേജ്. ഇവിടെ വന്ന് മുൻകൂട്ടി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. പ്രധാനമായും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളെ. ഞങ്ങൾക്കിനി സംരക്ഷിക്കാൻ പറ്റില്ലെന്നും ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും പറഞ്ഞ് ബോണ്ട് പേപ്പറിൽ എഴുതി തരുന്നവരുടെ കുട്ടികളെ. അല്ലാത്ത ഒരു കുട്ടികളെയും ഈ ഓർഫനേജിൽ എടുക്കാറില്ല. എങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ബോണ്ട് തന്നിട്ടില്ല. കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ദിയ. ദിയ, കെയർ ഓഫ് വന്ദന ആൻഡ് ജഗൻ. അതെ. എന്ത് സർ? ആ പറഞ്ഞ വന്ദനയാണ് സർ ഞാൻ, കുഞ്ഞിന്റെ അമ്മ. നിങ്ങൾ ആ കുട്ടിയുടെ അമ്മയാണെന്നുള്ളതിന് തെളിവ് വല്ലതുണ്ടോ? മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാനും മോളും കൂടെ ഉള്ളത്. ഞാനത് കാണിച്ചു തരാം. നോക്കൂ കുട്ടി, ഇത് AI-യുടെ കാലമാണ്. അങ്ങനെയുള്ള തെളിവുകളൊന്നും ഇവിടെ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ കുട്ടിയുടെ അമ്മയാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോ ചാൻസ്. സർ, എന്റെ മോളെ വിളിക്കോ. അവൾ എന്നെ കാണുമ്പോ എന്നെ തിരിച്ചറിയും. അതൊന്നും തക്കതായ തെളിവുകളല്ല. സോറി. മാനത്തെ കൊട്ടാരം